ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വ്യൂസ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 16/4/2025 ബുധനാഴ്ച 23,433 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,401 എന്ന ലെവലിലാണ്. അതായത് ഒരു 32 പോയിന്റിനടുക്കെ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 524 പോയിന്റിൻ്റേതായിരുന്നു. ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് ഒരു വെടിക്കെട്ട് ദിനം എന്ന് വേണം പറയാൻ. ഓപ്പൺ ആയ ഉടനെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവൽ 23,307 എന്ന ലെവൽ വരെ അതായിരുന്നു നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട്. അതിന് 23,298 എന്ന ലെവൽ ലഭിച്ചു. എന്നാൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞതാണ്. അത് വ്യക്തമായി അറിയാവുന്നവർക്ക് കൃത്യമായും ആ തരത്തിലുള്ള ട്രേഡുകൾ ചെയ്യാൻ കഴിയുന്നത് തന്നെയായിരുന്നു. നമുക്കറിയാം പ്രൈസ് എപ്പോഴും ടു ആൻഡ് ഫ്രോ ആയിട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അത്തരത്തിൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴത്തെ സപ്പോർട്ട് ലെവൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ ഒരു സെല്ലിംഗ് ഡേ ആണെങ്കിൽ സ്വാഭാവികമായും അത് ആ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യില്ല. എന്നാൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,428 എന്ന ലെവലിൽ ചെന്നതിന് ശേഷം വീണ്ടും പ്രൈസ് റിവേഴ്സായി. അപ്പോൾ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, അതായത് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച ഹൈ, അതൊരു റെസിസ്റ്റൻസ് ലെവലായി കാണാവുന്നതാണ്. ആ തരത്തിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡിൽ എൻ്റർ ആകാം എന്ന് കരുതിയ ഏതൊരാൾക്കും വീണ്ടും ഒരു മൂവ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇവ കാണാൻ കിട്ടുക. അത്തരത്തിൽ ഒരു കൺവിക്ഷൻ ലഭിക്കുമ്പോൾ എൻ്റർ ആയ ഏതൊരാൾക്കും ഒരു 60-70 പോയിന്റിൻ്റെയെങ്കിലും ഒരു ട്രേഡ് ലഭിക്കുന്നതാണ്. സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് തന്നെ പോകണമെങ്കിൽ പുതിയതായ ലോ തരണമായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും വീണ്ടും തിരിയുന്നു. പ്രൈസ് പുതിയ ഉയരം തരികയാണ് ചെയ്ത്. ആ തരത്തിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ചെക്ക് ചെയ്യുമ്പോൾ ഇന്ന് ഓരോ ഡൗണും ഒരു ബൈയിങ് ചാൻസ് ആയിരുന്നു. ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിച്ച് ഇന്നലത്തെ ഉയരം കടന്നു പോകുമ്പോൾ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായും ഭയങ്കര പ്രോഫിറ്റ് ലഭിക്കുന്ന ദിവസമായിരുന്നു. എന്നാൽ അത്തരത്തിൽ കഴിയാതിരുന്നവർക്കും ഇതൊരു ബുള്ളിഷ് മൂവ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ഡിപ്പും ബൈ ചെയ്യാൻ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അവർക്കെല്ലാം നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴും നമുക്കത് സാധിച്ചു കൊള്ളണമെന്നില്ല. നമ്മളുടെ പെട്ടെന്നുള്ള ചിന്ത തന്നെയാണ് ഇതിനൊക്കെയുള്ള ഒരു ആധാരം. വളരെ വേഗം ഒരു തീരുമാനമെടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ട്രേഡർ ആകാൻ സാധിക്കുകയുള്ളൂ. സ്റ്റോപ്പ് ലോസ് അത് നമ്മൾ വെച്ചിരിക്കുന്നത് കൃത്യമായും പാലിക്കാൻ തന്നെയാണ്. അത്തരത്തിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയാൽ അവിടെ എക്സിറ്റായി നമ്മളുടെ ട്രെൻഡ് റിവേഴ്സ് ആവുകയാണ്, മാറിപ്പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റർ ആകാൻ കഴിയണം. അത്തരത്തിലുള്ള സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടും അതിനെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഡയറക്ഷൻ മാറി ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ പല പി ആൻഡ് എല്ലുകളും എനിക്കിന്ന് ലഭിച്ചിരുന്നു. നമ്മളുടെ ചാനൽ സ്ഥിരമായി വാച്ച് ചെയ്യുകയും കൃത്യമായി ഈ ലെവലുകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് പേർ ഇന്ന് നല്ല പ്രോഫിറ്റിൻ്റെ പി ആൻഡ് എല്ലുകൾ അയച്ചു തന്നിരുന്നു. എല്ലാം നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. എങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും പി ആൻഡ് എല്ലുകൾ കിട്ടുന്നത് തീർച്ചയായും എനിക്കതൊരു വലിയ പ്രചോദനമാണ്. ഇത് വീണ്ടും വീണ്ടും ചെയ്യാൻ അതെന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ തുടർന്ന് അങ്ങോട്ടെ നല്ല മൂവ് തന്നെയായിരുന്നു. അവസാനം ഒരു ഡിക്ലൈൻ ഇവിടെ കിട്ടിയപ്പോൾ പോലും നോക്കൂ, അതാണ് ഈ ലെവലിൽ നിന്നും ഇത്രയും മൂവ് ചെയ്തതിനിടയ്ക്ക് നമുക്ക് ആകെ കിട്ടിയ ഒരു അല്പം വലിയ റേഞ്ചിലുള്ള ഒരു മൂവ് കിട്ടിയത്, ഡൗൺ സൈഡിലോട്ട് കിട്ടിയത് ഇതായിരുന്നു. അതും വളരെ വേഗം തന്നെ ബൈ ചെയ്ത് പോവുകയാണ് ചെയ്തിരുന്നത്. നാളെ മാർക്കറ്റ് അവധിയാണ്. ഇനി 3 ദിവസം, ശനി ഞായർ പതിവ് പോലെ അവധി. നാളെ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച് വീണ്ടും അവധിയാണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞാണ് ഇനി മാർക്കറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത മാർക്കറ്റ് ദിനത്തിലേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 23,823 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടായി 23,770 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഉയരമാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ആയി നമുക്ക് പരിഗണിക്കേണ്ടത്. തൊട്ട് മുകളിൽ പ്രധാന റെസിസ്റ്റൻസ് ആയി 23,979 എന്ന ലെവലാണ്. അതിനിടയിൽ 23,910 എന്ന ലെവലും ചേർത്തിരിക്കുന്നു.
എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു മണിക്കൂർ ക്യാൻഡിൽ ഹോൾഡ് ആവുകയാണ് എങ്കിൽ തുടർന്ന് കിട്ടാവുന്ന ഒരു ഡിപ്പിൽ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് അപ്വേർഡ് ഡയറക്ഷനിൽ പോയേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ ലെവലുകൾ. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടത് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിപ്പ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ അപ്പർ സൈഡിലേക്ക് വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് തൊട്ട് മുകളിലുള്ള ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. ഞാനിത് ഇത്രയും മാത്രം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കിത് വ്യക്തമായി എഴുതിയെടുക്കാൻ വേണ്ടി തന്നെയാണ്, താല്പര്യമുള്ളവർക്ക്. ഓക്കെ, എന്നാൽ ഇന്ന് വളരെ വലിയ റേഞ്ചിൽ മൂവ് ചെയ്തപ്പോൾ നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് അടുത്ത ലെവലുകൾ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ള ലെവലുകൾ ഞാനിത് എല്ലാ ദിവസവും ചെയ്തു പോകുന്നതായതുകൊണ്ട് മുകളിലുള്ള ലെവലുകൾ കൃത്യമായും അവിടെ തന്നെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാനത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. പലരും കണ്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവ രേഖപ്പെടുത്താവുന്നതോ പ്രയോജനപ്പെടുത്താവുന്നതോ ഒക്കെയാണ്. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണെന്ന് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നും പറയുന്നു. നിങ്ങൾ ഇതുവരെയും നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് എല്ലാ ദിവസവും വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ആ ലിങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചാനലിൽ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കഴിവതും വാട്സപ്പ് വോയിസ് മെസ്സേജ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു. ടെക്സ്റ്റ് മെസ്സേജുകൾ വായിക്കുക എന്ന് പറയുന്നത് അല്പം സാഹസമാകുന്നു. അതുകൊണ്ടാണ് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. അതായത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചതിന് ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് പ്രൈസ് പോകാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ലെവലായിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന വിവിധ ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് ഇത് കാണാം എന്നാണ് കരുതുന്നത്. 54,240 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൈനർ സപ്പോർട്ടായി 54,103 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് ലെവലായി 54,525 എന്ന ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിന് താഴെയായി മൈനർ റെസിസ്റ്റൻസുകളായി ഇന്നത്തെ ഉയരം 54,407, 54,468 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ആദ്യത്തെ ലെവൽ ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. ഈ ലെവലുകൾ ഞാൻ വളരെ മുമ്പേ ബാങ്ക് നിഫ്റ്റി ഇതേ ലെവലുകളിൽ വർക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. അവയിൽ ഞാൻ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ ലെവലുകൾ അത്രയും ദിവസം പിന്നിലോട്ടുള്ള ലെവലുകൾ പോയി പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അന്നത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഈ ലെവലുകൾ ഉണ്ടാവും. ഞാൻ ആ ലെവലുകളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. ഈ ലെവലുകൾ കിട്ടും എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ആണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കും എന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 54,103 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ
ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്ന് കരുതുന്നു. 78,450 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ട് 78,338 എന്ന ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ആയി 79,289 എന്ന ലെവലാണ് കണക്കാക്കുന്നത്. അതിനിടയിൽ 79,000, 78,745 എന്നിങ്ങനെയുള്ള ടാർഗറ്റ് ലെവലുകൾ, അതായത് റെസിസ്റ്റൻസ് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 78,081 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാന സപ്പോർട്ട് 77,667 എന്ന ലെവലായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും അടുത്ത ദിവസത്തേക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് പ്ലാൻ. ഏത് ടൈം ഫ്രെയിം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് ചിലർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്നതായി കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്രേഡിംഗ് ടൈം ഏത് റേഞ്ച് വേണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ 5 മിനിറ്റ് 15 മിനിറ്റ് എന്ന ലെവൽ മതിയാകും. എന്നാൽ ഒരു അല്പം കൂടി വലിയ ടാർഗറ്റ് പിടിക്കണമെങ്കിൽ അത് 15 മിനിറ്റ് 1 അവർ എന്നിങ്ങനെയുള്ള ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലുകൾ എടുത്ത് അതിനെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാവും കുറച്ച് ഉചിതം. നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്ന സ്റ്റോപ്പ് ലോസ് ആണ് ആക്ച്വലി നിങ്ങളുടെ ടൈം ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സ്റ്റോപ്പ് ലോസും വലുതായിരിക്കും, അതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് അതിൻ്റെ ടാർഗറ്റും അതുപോലെ വലുതായിരിക്കും. എന്നാൽ ചെറിയ ടൈം ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രേഡുകൾ ഒരു ദിവസം കിട്ടിയേക്കാം. എന്നാൽ 5 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 2-3 ട്രേഡൊക്കെ ആണ് സാധ്യതയുള്ളൂ. അത് 15 മിനിറ്റ് 1 അവർ 4 അവറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ട്രേഡ് 2 ട്രേഡൊക്കെ ആയി ഒരാഴ്ചയിൽ മാറിപ്പോയെന്ന് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഏത് തരം ട്രേഡറാണ്? വളരെ പെട്ടെന്ന് ടാർഗറ്റ് എടുക്കുന്ന ആളാണോ, അതാ ഒരു സ്റ്റോപ്പ് ലോസ് കണക്കാക്കി കുറച്ച് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണോ എന്നതനുസരിച്ചായിരിക്കാം നിങ്ങളുടെ ഏത് ടൈം ഫ്രെയിം ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്ന തീരുമാനത്തിലെത്തേണ്ടത്. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. റിസ്ക് അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1:3, 1:5 എങ്ങനെയാണോ ഒരു റേഷ്യോ പിടിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ, അത്തരത്തിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. പലരും വളരെ വേഗം ട്രേഡ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അവരുടെ കൈവശമുള്ള ക്യാപിറ്റൽ അത്ര ചെറുതായതുകൊണ്ട് അതിനോട് ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ അതെടുത്ത് വീണ്ടും വീണ്ടും പല പ്രാവശ്യം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഓവറോൾ ഒരു ഡേ അവർക്ക് അവരുടെ ക്യാപിറ്റലിനോട് എന്തായിരുന്നാലും ഒരു ഫണ്ട് കൂട്ടിച്ചേർക്കാൻ കഴിയും. ആ തരത്തിൽ ക്യാപിറ്റൽ വളർത്തിക്കൊണ്ട് വരാൻ കഴിയും. പതിയെ ആ തരത്തിൽ ഒരു ശീലം ഉണ്ടാക്കി കൊണ്ടുവരുന്നവർ ഇതേ പ്രവണത തന്നെ കീപ്പ് ചെയ്യുമ്പോൾ അവരുടെ ലോട്ട് സൈസ് പതിയെ ഇൻക്രീസ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ കൂട്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടി എടുക്കുകയാണ് ചെയ്യാറ്. അത് ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക, അവരവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇത് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ രേഖപ്പെടുത്തുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ കാര്യം. ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. എൻ്റെ ചാനലിലെ വ്യൂവേഴ്സിന് പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുവെന്ന് മാത്രം.
നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസവും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്